കർത്താവായ യേശുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയം ചിന്തയ്ക്കെടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 7 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ. ഫിലാദൽഫിയ സഭ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾ: 1 എഫെസോസ്, 2 സ്മുർന, 3 പെർഗമോസ്, 4 തുയഥൈര, 5 സർദീസ്, 6 ഫിലാദൽഫിയ സഭ. ഇവിടെ 7-ാമത്തെ വാക്യത്തിൽ ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. സർദീസിൽ നിന്നും ഏകദേശം 45 കിലോമീറ്റർ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്തിരുന്ന ഒരു പട്ടണമാണ് ഫിലദൽഫിയ. ഈ പട്ടണത്തിൽ കൂടെ കൂടെ ഭൂകമ്പം ഉണ്ടാകാറുണ്ട്. അത് നിമിത്തം ജനവാസം കുറഞ്ഞ ഒരു പട്ടണമാണ്. ഇവിടെ ധാരാളം മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ട്. അത് നിമിത്തം വീഞ്ഞിൻ്റെ ഉൽപ്പാദനം ധാരാളമായി അത് നടക്കുന്നുണ്ട്. തുകൽ ഉൽപ്പന്നങ്ങൾ, തുണി എല്ലാം ഇവിടെ ഉണ്ടാക്കിയിരുന്നു. ഇത് നിമിത്തം ഈ പട്ടണം ഒരു വാണിജ്യപരമായി ഉയർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ സഭയോടുള്ള ബന്ധത്തിലാണ് കർത്താവ് പറയുന്നത്: ഫിലദൽഫിയയിലെ സഭയുടെ ദൂതനെ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിൻ്റെ താക്കോൽ ഉള്ളവനും. ഇവിടെ ഫിലദൽഫിയ സഭയ്ക്ക് കർത്താവ് തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു വാക്യമാണ് നമ്മളിവിടെ വായിപ്പാനായി ഇടയായിത്തീർന്നത്. 1, കർത്താവ് വിശുദ്ധനാണ്. നാം ലേവ്യ പുസ്തകം 11-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യം വായിക്കുമ്പോൾ: ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ച യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം എന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. മോശയ്ക്ക് ദൈവം 10 കൽപ്പന കൊടുക്കുമ്പോൾ അതിൽ 1-ാമത്തെ കൽപ്പന ഇപ്രകാരമായിരുന്നു: അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. അപ്പം ഇവിടെ വായിച്ച് കേട്ട വിശുദ്ധ വേദവും അതുതന്നെ: ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. യെശയ്യാവിൻ്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ: ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും ആകുന്നു. യെശയ്യാവിലൂടെ തൻ്റെ ജനത്തോട് പറയുകയാണ്: ഈ ജനത്തോട് പറയുക, ഞാൻ ആരാണ്? നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയാണ്. 2, ഞാൻ ഇസ്രായേലിൻ്റെ സൃഷ്ടാവാണ്. 3, നിങ്ങളുടെ രാജാവും തന്നെയാണ്. അപ്പോൾ യെശയ്യാവിലൂടെ ഇവിടെ ആ ദൈവത്തിൻ്റെ 3
പദവിയാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. സ്തോത്രം. ഒന്ന്, പരിശുദ്ധനായ യഹോവ. രണ്ട്, സൃഷ്ടാവ്. മൂന്ന്, രാജാവ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശമാക്കും, ഞാൻ ആരോട് തുല്യനാകുമെന്ന് പരിശുദ്ധനായവൻ അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവമാണ് ചോദിക്കുന്നത്, എന്നെ ആരോട് നിങ്ങൾ സദൃശമാക്കും, ആരോട് എന്നെ തുല്യനാക്കും, ഞാൻ പരിശുദ്ധനായവൻ എന്ന് അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവത്തെ നമുക്ക് തുലനം ചെയ്യുവാൻ ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഇല്ല. ഹല്ലേലൂയ. ദൈവം തന്നെയാണ് പ്രിയമുള്ളവരെ. അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമി അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ ആരാണ്? സാറാഫുകൾ, ദൈവത്തിൻ്റെ ദൂതന്മാരാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. ദൂതന്മാർ എന്താ പറയുന്നത്? സാറാഫുകൾ അവൻ്റെ ചുറ്റും നിന്നു. 6-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനം ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ഒരാർത്തു പറയുവാനായിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവദൂതന്മാരുടെ ആർക്കെന്ന ശബ്ദത്താൽ അവിടെ പറയുന്നത്, ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറയുവാനായിടയായി തീർന്നു എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാരും വിളിച്ചു പറയുകയാണ്, നാമേ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ദൈവദൂതന്മാരുടെ സാറാഫുകൾ അവർ പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പരിശുദ്ധൻ തന്നെയാണ് പ്രിയമുള്ളവരെ. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 1 പത്രോസ് ലേഖനം 1-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. കർത്താവ് യേശു തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ ഒന്നാമനായിരിക്ക പത്രോസ് ഇവിടെ പറയുകയാണ്, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരാകുവിൻ, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെ പഴയ നിയമത്തിൽ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളിലും യെശയ്യാവിൻ്റെ പുസ്തകങ്ങളിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനാകുന്ന പത്രോസ് എല്ലാം ഇവിടെ ആ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ പരിശുദ്ധിയെ അവരെല്ലാവരും ഉയർത്തി കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇനി നമ്മൾ സംഖ്യാപുസ്തകം 23-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല, താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ, താൻ അരുളിച്ചത് നിവർത്തിക്കാതിരിക്കുമോ. ഹല്ലേലൂയ. അപ്പോൾ വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല. മനുഷ്യനൊക്കെ ചിലപ്പോൾ വ്യാജം പറഞ്ഞെന്ന് വരാം, അനുതപിച്ചെന്ന് വരാം. പക്ഷെ അനുതപിപ്പനവൻ മനുഷ്യപുത്രനുമല്ല, താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ, താൻ അരുളിച്ചത് നിവർത്തിക്കാതിരിക്കുമോ. ഈ നിമിഷം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവം സ്തോത്രം നമ്മെ അനുഗ്രഹിക്കാമെന്നും
നമ്മെ വിടുവിക്കാമെന്ന് നമ്മെ സഹായിക്കാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് ആ വാഗ്ദത്തങ്ങളെ കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം കേട്ട വേദഭാഗങ്ങൾ എല്ലായിടത്തും യഹോവയായ ദൈവം വിശുദ്ധനാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശുദ്ധനാണ്. അതുകൊണ്ട് നാമും അപ്രകാരം ആയിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അതിനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങ് വിശുദ്ധനാകയാൽ എളിയ മക്കളായിരിക്കും ഞങ്ങൾക്കും വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ അതിയാ ഞങ്ങൾ പകർന്ന് ഞങ്ങളെ സഹായിക്കും. പ്രാർത്ഥന കേട്ടതേക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.